ഹായ് ഓൾ, ദിസ് ഇസ് തേഴ്സ്ഡേ മോർണിംഗ്. രാത്രിയിലത്തെ അവസാനത്തെ പരിപാടിയായ ഗ്യാസ് ക്ലീൻ ചെയ്യൽ കഴിഞ്ഞ് ഇതെല്ലാം ഞാനെടുത്ത് മാറ്റി വയ്ക്കും. ലാസ്റ്റ് ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാർട്സൊക്കെ എടുത്തിട്ട് അവിടെയൊക്കെ നന്നായിട്ടൊന്ന് സോപ്പ് ഉപയോഗിച്ച് കഴുകാറുണ്ട്. ഈ കിച്ചണിലെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ കാശ് കൊടുത്ത് മേടിച്ചതാണെങ്കിലും ബാക്കിയൊക്കെ മമ്മിയുടെയും ചേച്ചിയുടെയാണ് കേട്ടോ. ഞാൻ അങ്ങനെ നല്ലൊരു റേറ്റ് കൊടുത്ത് വാങ്ങിച്ച ഒരേ ഒരു സാധനം ഇതിൻ്റെ അകത്തിരിക്കുന്നത് ഈ ഗ്യാസ് സ്റ്റൗവാണ്. ഇത് ഞാൻ എൻ്റെ കയ്യിലെ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചതാണ്. അതുകൊണ്ട് തന്നെ എനിക്കിത് വളരെ പ്രിയപ്പെട്ടതാണ്. സെക്കൻഡ് സി സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിൽ കയറി കുക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്ക് ഇവിടെ ഇരുന്ന ഗ്യാസ് സ്റ്റവ് അത് ചേച്ചി ദുബായിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. നാത്തൂൻ ദുബായിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. അതൊരു 4 ബേർണർ ഗ്യാസ് സ്റ്റവ് ആയിരുന്നു. അതിൻ്റെ തീയൊക്കെ കുറഞ്ഞ് വന്നു തുടങ്ങി. എൻ്റെ എല്ലാ കാര്യവും വളരെ സ്ലോ ആവാൻ തുടങ്ങി. എനിക്കെല്ലാം പെട്ടെന്ന് തീർക്കണം. അപ്പോൾ അങ്ങനെ എനിക്കങ്ങനെ പുറത്തോട്ടൊന്നും പോകാനുള്ള ടൈം ആയിട്ടില്ലായിരുന്നു. ഞാൻ നുവുക്കുട്ടനെയും മിനിയാൻറ്റിനെയും കൂടെ വിട്ടിട്ട് മേടിപ്പിച്ചതാണിത്. ഞാൻ പറഞ്ഞിരുന്നു കളറ് ബ്ലാക്ക് വേണം, ഇങ്ങനെ 3 ഇതൊക്കെ വേണം എന്നൊക്കെ ഉള്ളത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഒരു സ്റ്റീൽ കളറായിരുന്നു വിത്ത് ബ്ലാക്ക് ബേണേഴ്സ്. ഓൾമോസ്റ്റ് എല്ലാ സെക്ഷൻ കുക്കിംഗ് കഴിഞ്ഞിട്ടും ഞാൻ ഗ്യാസിൻ്റെ പുറം ഇങ്ങനെ ജസ്റ്റ് തുടയ്ക്കാറുണ്ട്. രാത്രി വിശാലമായൊരു കഴുകലുണ്ട്. നിലൂനെയൊക്കെ കുളിപ്പിച്ച് കിടത്തി ഉറക്കുന്നത് പോലെ തന്നെയാണ് ഞാൻ അതിനെയും ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കുന്നത്. അപ്പോൾ ആസ് യൂഷ്വൽ എണീറ്റ് റൈസ് വെച്ചു. കുക്കറിൽ പാലും വെക്കാൻ പോവുകയാണ്. 2 എഗ്ഗ് കുക്കറിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കുക്കുവിൻ്റെ ഒരു കോട്ട പോലെയാണ്. ഡെയിലി 2 കാടമുട്ട അവൻ കഴിച്ചില്ലെങ്കിൽ എനിക്കെന്തോ ഒരു കാര്യം ഞാൻ കുറച്ചതുപോലെ തോന്നും. കോഴിമുട്ട കഴിക്കത്തില്ല കേട്ടോ. അത് കഴിക്കുമ്പോൾ പറയുന്നത് ഇത് ഒരുപാടുണ്ട് മമ്മ, പെട്ടെന്ന് തീരത്തില്ലെന്നാണ്. കുഞ്ഞുമുട്ടയാണെങ്കിൽ ഇഷ്ടമാണ്, കഴിച്ചോളും. 2 ആയാലും 3 ആയാലും ഒക്കെ കഴിച്ചോളും. ഇന്നിപ്പോൾ ഞാൻ എണീറ്റപ്പോഴേക്ക് 6:15 കേട്ടോ. ഞാൻ 5:45 അലാം വെച്ചിരുന്നു. 5:30 എന്നുള്ളത് 5:45 ആക്കും. എസ്പെഷ്യലി വെൻ ഐ എം ഓൺ മൈ പീരിയഡ്സ്. ഒരു 15 മിനിറ്റ് കൂടെ ഞാൻ ഉറങ്ങട്ടെ എന്ന് ഞാൻ തന്നെ അങ്ങ് വിചാരിക്കും. പക്ഷേ എണീക്കാൻ പറ്റിയില്ല. പിന്നെയും അതൊന്ന് മാറ്റിയിട്ട് 6:15 ഞാൻ എണീറ്റ് താഴത്ത് വന്നപ്പോഴേക്കും. ഞാൻ എൻ്റെ ചാനലിൻ്റെ അനലറ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ അതിലെനിക്ക് കാണാം എൻ്റെ വ്യൂവേഴ്സ് കൂടുതൽ 24-നും 35-നും ഇടയിലുള്ള ഫീമെയിലാണ്. നമ്മളിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറയാൻ എന്തിനാണ് മടിക്കുന്നത് അല്ലേ? ഇന്നലെ വൈകിട്ട് സ്കൂളിൽ നിന്ന് വീട്ടിലെത്തിയപ്പോഴാണ് എനിക്ക് പീരിയഡ്സ് സ്റ്റാർട്ടായത്. പക്ഷേ 2-3 ദിവസമായിട്ട് എൻ്റെ റിലേ പോയി കിടക്കുകയാണ്. അതിനുള്ള തെളിവ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. രാവിലെ കുക്കറിൽ റൈസൊക്കെ വെച്ചിട്ട് മീൻ പൊരിക്കാനായിട്ട് പാത്രം എടുത്ത് വെച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു, കറിവേപ്പിലേക്ക് ഇട്ടു. ഫ്രിഡ്ജിൽ മീനിരിപ്പുണ്ടല്ലോ, എടുത്ത് പൊരിക്കാം എന്നാണ് മൈൻഡ് വോയിസ്. ഫ്രിഡ്ജിൽ ചെന്ന് നോക്കിയപ്പോൾ മീൻ ഫ്രീസറിൽ തന്നെ ഇരിപ്പുണ്ട്. ഇന്നലെ അത് എടുക്കാനോ അതിൽ അരപ്പ് പുരട്ടി വെക്കാനോ ഒക്കെ ഞാൻ മറന്നു. അങ്ങനെ അത് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ പാലും പൊങ്ങിപ്പോയി. മൈൻഡിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പോലെ റൈസ്, ഇപ്പുറത്ത് മീൻ വറുത്തത്, അപ്പുറത്ത് പാല്, ഇതൊന്നും നടക്കത്തില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഗ്യാസ് സ്റ്റവ് ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യണം. പിന്നെ ആ മീനിലിട്ട് 2 കുത്തു നോക്കിയപ്പോൾ ഒരു രക്ഷയില്ല. ഇപ്പോഴെങ്ങും അത് മെൽറ്റായി വരില്ല. അത് പൊക്കി വെള്ളത്തിൽ ഇട്ടിട്ട് കാപ്പി കുടിക്കാമെന്ന് വെച്ചു. ചിലപ്പോൾ കോഫി അങ്ങ് ശരിയാക്കിയാലോ എൻ്റെ മൂഡ്. ഏതാണ്ട് LKG തൊട്ട് +2 വരെ അസംബ്ലിയുടെ ലൈനിൽ ഏറ്റവും മുമ്പിൽ നിന്ന ആളായിരുന്നു ഞാൻ. അത്രയും പൊക്കം ഉണ്ടായിരുന്നു. മെൻസ്റ്റുറേഷൻ്റെ കാര്യത്തിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇവിടെ പറമ്പിൽ കൂടി നടക്കുന്ന പിള്ളേരായാലും ക്ലാസ്സിൽ എൻ്റെ കൂടെയുള്ള ഗേൾസ് ആയാലും എല്ലാവരും മെച്യൂർഡ് ആയതിനു ശേഷമാണ് ഞാൻ മെച്യൂർഡ് ആയത്. ഓരോരുത്തരായിട്ട് ക്ലാസ്സിൽ വരാണ്ടിരിക്കുമ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് നോട്ട് ചെയ്യും. 7 days ആയിട്ടും വന്നിട്ടില്ല, അവളും മെച്യൂർഡായി, ഇനി ഞാൻ മാത്രം. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മെച്യൂർഡ് ആയതാണ് ഞാൻ. അങ്ങനെ കാത്തിരുന്നൊരു വെക്കേഷന് അനക്കോണ്ട മൂവി നടക്കുകയായിരുന്നു. ടി വിയിലാണ് അന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഈഗറായിട്ടൊക്കെ കാണുവാണ്. ആ വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ സ്നേക്ക് പോകുന്ന സീന്. ഇതൊക്കെ കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് വയറുവേദന തുടങ്ങി. അപ്പോൾ വൈകുന്നേരമേ മിനിയാൻറ്റി പറഞ്ഞിരുന്നു രാത്രിത്തേക്ക് ആലു പൊറോട്ട ഉണ്ടാക്കാം, പരത്താനും കിഴങ്ങ് മസാലയൊക്കെ ഉണ്ടാക്കാനും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന്. ഒരു 10ാം ക്ലാസ്സുകാരിയുടെ സകല കാര്യപ്രാപ്തിയും അപ്പോൾ എനിക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തു കൊടുക്കാമെന്നൊക്കെ ഏറ്റിട്ട് ഈ പടവും തുടങ്ങി. മിനിയാൻറ്റി മാവ് കുഴയ്ക്കാനും തുടങ്ങി. എനിക്കാണെങ്കിൽ ഈ പെയിൻ കാരണം ഇതിൽ 2ലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യ. ഫിലിമും കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ വയ്യ. കിച്ചണിലോട്ട് പോയാൽ പിന്നെയും വന്ന് എവിടെയെങ്കിലും ഇരിക്കാൻ തോന്നും. മിനിയാൻറ്റി കൊച്ചുപ്പയുടെ വൈഫാണ്, പപ്പയുടെ അനിയൻ്റെ വൈഫ്. അവർക്ക് 2 ആൺകുട്ടികളാണ്. എൻ്റെ ഗ്രാൻഡ് മദർ ലില്ലിയമ്മച്ചിക്ക് 3 ആൺകുട്ടികളായിരുന്നു. ഏറ്റവും മൂത്ത ആൾ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് സമയത്തിനുള്ളിൽ മരിച്ചുപോയി. പിന്നെയായിരുന്നു പപ്പ, പിന്നെ കൊച്ചുപ്പ. അപ്പോൾ ആഘോഷിക്കപ്പെട്ട ഒരു പെൺതരിയായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ അവരും ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിൽ പക്ഷേ തീരെ ഇതാണെന്നൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഞാനതൊക്കെ വിട്ടു. ഇതിനി എന്നെക്കൊണ്ട് നടക്കത്തില്ല, ഞാൻ ഇപ്പോഴെങ്ങും അങ്ങനെ മെച്യൂർഡ് ആവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയമായിരുന്നു അത്. ടോയ്ലറ്റിൽ പോകണമെന്നായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ യൂറിനറി ഇൻഫെക്ഷൻ്റെ വല്ലതും ആയിരിക്കും, വെള്ളം കുടിക്കാഞ്ഞിട്ടായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുക. അങ്ങനെ ഞാൻ ബാത്റൂമിൽ പോയപ്പോഴത്തേക്ക് ഐ സോ ദാറ്റ് ഐ ഗോട്ട് മൈ പീരിയഡ്സ്. അങ്ങനെ ഞാൻ വിളിച്ചു, മിനിയൻ്റെ അടുത്തും ലില്ലിയമ്മച്ചിയുടെ അടുത്തും ഒക്കെ പറഞ്ഞു. ആ ടൈമിലൊരു സന്തോഷമുണ്ടല്ലോ, ഞാൻ ഇത്രയും കാത്തിരുന്നൊരു സംഭവം വേറെയില്ല എൻ്റെ ലൈഫിൽ. അങ്ങനെ ഞാനിരുന്ന് ചിരിച്ച് തുള്ളിച്ചാടിയൊക്കെയാണ് റൂമിലിരിക്കുന്നത്. അപ്പച്ചൻ മേലെ നിന്ന് താഴെ വന്നിട്ട്, അതായത് അപ്പച്ചൻ്റെയൊക്കെ ഒരു സമയത്ത് അവരിങ്ങനെ കുട്ടികൾ കരയുന്നതും പേടിച്ച് കരയുന്നതും ഒക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പച്ചൻ നേരെ റൂമിൽ വന്നിട്ട് എന്നെ നോക്കിയപ്പോൾ ഞാൻ അവിടെ കണ്ണനും ലൂവീസുമായിട്ട് തകർത്ത് പാട്ടും പാടി ഡാൻസും കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പച്ചൻ ലില്ലിയമ്മച്ചിയോട് ചോദിക്കുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്.
കുഞ്ഞാ എന്താ കരയാത്തതെന്ന്. എന്നെ കുഞ്ഞുവാവ എന്നാണ് കേട്ടോ വീട്ടിൽ വിളിക്കുന്നത്. അതിപ്പോൾ വിളിച്ച് വിളിച്ച് കുഞ്ഞാന്നായി. ഇതിലൊരു കിരൺ ടോമി ഉണ്ടല്ലോ നമുക്ക് കമൻ്റ് ഇടുന്നത്, ഞാൻ അവനെ ജീമോൻ എന്നാണ് വിളിക്കുന്നത്. അവൻ എൻ്റെ നെയ്ബറായിരുന്നു, ഈ കളിക്കൂട്ടുകാരൻ എന്നൊക്കെ പറയത്തില്ലേ. അവൻ ഇതിൻ്റെ അകത്ത് കുഞ്ഞാന്ന് ഈ ആ ഫിലിം മുഴുവൻ കാണുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആലോചിക്കും, നിങ്ങൾ ആരെങ്കിലുമൊക്കെ വിചാരിക്കുമായിരിക്കും ഞാൻ ഇവൻ്റെ കുഞ്ഞമ്മയാണെന്ന്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. ഈ കുരിശുമൂടിൽ എല്ലാവരുടെയും കുഞ്ഞമ്മയായി ഞാനിപ്പോൾ. കാരണം എവിടെ പോയാലും എന്നെക്കാളും മൂത്തതായാലും ഇളയതായാലും എല്ലാവരും ഈ കുഞ്ഞുവാവ ചുരുക്കി ഇപ്പോൾ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ മെയിൻ റീസൺ ഇതിൽ കമൻ്റ് ഇടുന്ന ഒരു ജെസി ആൻറ്റീനെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ജെസി ആൻറ്റിയുടെ മോനാണ് ഈ കിരൺ ടോമി. എൻ്റെ 1 വയസ്സ് ഇവിടെ വൻ ആഘോഷമായിട്ടായിരുന്നു നടത്തിയിരുന്നത് കേട്ടോ. അപ്പോൾ അന്ന് മറ്റേ കുഞ്ഞുപാവയ്ക്ക് ഇന്നല്ലോ നല്ല നാളിൽ പിറന്നാൾ ആ ഒരു സോങ് ഇറങ്ങിയ സമയമാണ്. അപ്പനാണെങ്കിൽ 5-6 ബോക്സും സെറ്റും ഒക്കെ വെച്ചിട്ട് ഈ ഒരു പാട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇങ്ങനെ റിപ്പീറ്റ് മോഡിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതോടുകൂടി എല്ലാവരും അറിഞ്ഞു എന്നെ കുഞ്ഞു പാവാന്നാണ് വിളിക്കുന്നതെന്ന്. പാട്ടിൽ കുഞ്ഞു പാവാന്നാണെങ്കിലും ഈ സിമിലാരിറ്റി കൊണ്ട് അതെല്ലാവരും അറിഞ്ഞു. ജെസി ആൻറ്റി ഇപ്പോഴും പറയും അന്ന് മൊത്തം ഒരു സ്വൈര്യമില്ലായിരുന്നു, ഈ പാട്ട് തന്നെ ആയിരുന്നു എന്ന്. അപ്പോൾ ഈ ഞെളിയലും പിരിയലും ഒക്കെ എന്തിൻ്റെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അങ്ങനെ ഇൻറ്റൻഷനലി കാണിച്ചതല്ല കേട്ടോ. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാമല്ലോ എന്താ പീരിയഡ്സ് എന്നൊക്കെ. അമ്മയെ എണീറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് അമ്മേനോട് മാറിയിരിക്കാൻ പറഞ്ഞാലും അമ്മ ഇരിക്കത്തില്ല. കാരണം അമ്മയ്ക്കറിയാം ഞാനിങ്ങനെ വയ്യാണ്ടിരിക്കുവാന്ന്. അമ്മേനോട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് മീനെടുത്ത് വെളിയിൽ വെക്കണേന്ന്. സാധാരണ പിറ്റേന്ന് എടുക്കാനുള്ള മീൻ ചില്ലറിലോട്ടോ അല്ലെങ്കിൽ തൊട്ട് താഴത്തെ തട്ടിലോട്ടോ എടുത്ത് മാറ്റി വെക്കും ഫ്രീസറിൽ നിന്ന് കേട്ടോ. അത് ചെയ്തില്ല, ഞാനും ചെയ്തില്ല, അമ്മയും ചെയ്തില്ല. മീൻകറിക്കുള്ള തേങ്ങയാണ് അമ്മ അവിടെ എടുക്കുന്നത്. അമ്മ അങ്ങനെ കളയാറില്ല, തിരികിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ കരണ്ടി വെച്ച് എടുക്കും. 2-3 തവണ വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് പുറത്തൂടെയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കൈ നല്ലതായിട്ട് മരവിക്കുന്നുണ്ടെങ്കിലും എൻ്റെ മാക്സിമം ട്രൈ ചെയ്ത് ഞാൻ ആ വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഞങ്ങൾ മീൻ വെക്കുന്നത്. അങ്ങനെ വെക്കണം, എന്നാലും നല്ലപോലെ ഇരിക്കത്തുള്ളൂ. അതിൻ്റെ അകത്തുനിന്ന് മീനെയൊക്കെ ഒരു വിധത്തിൽ ഐസിൻ്റെ അകത്തു നിന്നൊക്കെ പിടിച്ചെടുത്തു. അങ്ങോട്ട് മെൽറ്റ് ആയിട്ടില്ല മീൻ, എന്നാലും നമുക്ക് സമയമില്ലല്ലോ, 9 മണിക്കുള്ളിൽ ഇതെല്ലാം തീരണ്ടേ. എന്തൊക്കെ മീനാണെന്നൊന്നും ഞാൻ നോക്കിയില്ല, അമ്മയടുത്ത് ചോദിച്ചതുമില്ല. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് പറയാനും അറിയത്തില്ല. ഒരു 3 എണ്ണം ഞാൻ പീസസ് ആക്കി കറിക്കായിട്ട് എടുത്ത് വെച്ചു. പിന്നെ വറുക്കാനായിട്ടുള്ളതും ഒന്ന് അരപ്പ് പുരട്ടിയൊക്കെ വെക്കുവാണ്. ഇന്നലത്തെ പച്ചക്ക കുറച്ച് ഫ്രിഡ്ജിൽ ബാക്കി ഇരിപ്പുണ്ട് കേട്ടോ. പച്ചക്ക പൊരിയൽ പോലെ ഉണ്ടാക്കിയത്. അപ്പോൾ അത് തന്നെ ഇന്ന് ലഞ്ചിനങ്ങ് എടുക്കത്തേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ഇന്നലെ വൈകിട്ട് ഉണ്ടാക്കിയില്ല. ആലിന് ഇന്നലെ ചോറോ മറ്റുമൊക്കെ തന്നെയാണ് ഞാനെടുത്ത് കൊടുത്തത്. പിന്നെ നൈറ്റ് ഞാൻ തന്നെ പോയി അടുത്ത കടയിൽ നിന്ന് ഒരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചിരുന്നു. അപ്പോൾ രാവിലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ, സാൻഡ്വിച്ച് എങ്കിലും ഉണ്ടാക്കാമല്ലോ. ചീസിൻ്റെ സ്പ്രെഡ് മേടിച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് ഗാർലിക് ബ്രെഡ് വിത്ത് ചീസ് ആക്കാനാണ് പ്ലാൻ ബ്രേക്ക്ഫാസ്റ്റിന്. മീൻകറിയുടെ അരപ്പൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ റെഡിയാക്കിയത്. ഞാനൊരു 2-3 കൊച്ചുള്ളി ഉരിച്ച് അതിലിട്ട് കൊടുത്തു. അതിൽ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും ഒക്കെ ചേർത്ത് അമ്മ വെള്ളമൊഴിച്ച് നന്നായിട്ട് അത് അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ പൊരിക്കാനുള്ള അരപ്പ് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടിയിട്ട് ഞാൻ ഇച്ചിരി വിനാഗിരിയും കൂടെ ഇപ്പം തന്നെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ മീൻ ചോട്ടാ മുംബൈയിൽ കലാഭവൻ മണിയുടെ അമ്മയുടെ മുടി ഇരിക്കുന്നത് പോലെ ഒരു തലതിരിച്ച് കുത്തനെ നിർത്തിയ പോലെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ വിനാഗിരി ഒഴിച്ചാൽ ഇതിപ്പോൾ തന്നെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി തുടങ്ങും. കുറച്ച് നേരം വിനാഗിരി ഒഴിച്ച് മാറ്റി വയ്ക്കും, എന്നിട്ട് അങ്ങ് പൊരിക്കും. ഇത് ഞാൻ അങ്ങ് 2x സ്പീഡിലൊക്കെ ഇട്ട് കാണിക്കുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത്ര ഉത്സാഹമൊന്നും എനിക്കില്ലായിരുന്നു രാവിലെ. എല്ലാം വളരെ പതുക്കെയായിരുന്നു. അറ്റ് എ പോയിന്റ് ഞാൻ വിചാരിച്ചു മമ്മിയെ വിളിച്ച് പറയാം ഇന്ന് വരുന്നില്ല എന്ന്. പിന്നെ ചിന്തിച്ചു, പീരിയഡ്സിന് ലീവ് എടുക്കാൻ പോയാൽ നമ്മൾ എത്ര മാസം ലീവ് എടുക്കും? അതല്ല, ഒരു മാസം തന്നെ എത്ര ദിവസം ലീവ് എടുക്കും? നമ്മുടെ ഈ പീരിയഡ്സിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ, അതൊരു 3 ഫേസാണ് കേട്ടോ. ഒന്ന് ഫോളിക്കുലർ ഫേസ്, അതായത് ബിഫോർ ദ റിലീസ് ഓഫ് എഗ്. ആ ടൈമിലാണ് നമ്മൾ ഭയങ്കര എനർജറ്റിക്കും ഹാപ്പിയൊക്കെ ആയിട്ടിരിക്കുന്നത്, ഭയങ്കര ഉത്സാഹമായിരിക്കും. അങ്ങനത്തെ ടൈമിലാവണം ഞാൻ ഈ കിച്ചൺ ടൂറും ഒക്കെ എടുത്തിട്ടുണ്ടാവുക. പിന്നെ ഈ വീടൊക്കെ ഒരുപാട് ക്ലീൻ ചെയ്യുന്നതൊക്കെ ആ ഒരു ടൈമിലാണ്. നമുക്ക് ഭയങ്കര എന്തൂസിയാസമായിരിക്കും എല്ലാം ചെയ്യാൻ. പിന്നെ അടുത്ത ഫേസ് എന്ന് പറയുന്നത് ഓവുലാർ ഫേസാണ്. ആ ഒരു ഫേസിൽ എഗ്ഗിൻ്റെ റിലീസ് നടക്കുന്ന സമയം. ഈ ഒരു സമയത്തുണ്ടല്ലോ ഒടുക്കത്തെ ഡിപ്രഷനായിരിക്കും നമുക്ക് എന്തിനെയൊക്കെ കുറിച്ച് സങ്കടപ്പെടാനുണ്ടോ അതൊക്കെ ഇങ്ങനെ നമ്മൾ ഓർത്തെടുത്ത് സങ്കടപ്പെടുന്ന സമയം. അതിൻ്റെ കൂടെ ഒടുക്കത്തെ ക്രേവിങ്സും. എനിക്കാണെങ്കിൽ ഈ മാൽക്കിസ്റ്റ് ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. പീരിയഡ് ടൈം ആകുമ്പോൾ എനിക്ക് ഭയങ്കര ക്രേവിംഗ് ആണ്, അത് കഴിക്കണം എന്ന് തോന്നും. അതങ്ങനെ പ്രഗ്നൻസി ടൈമിലൊന്നും അത്രയും ഇല്ലായിരുന്നു, എന്നാലും ഇഷ്ടമായിരുന്നു. പക്ഷേ പീരിയഡ്സ് ആകുമ്പോഴത്തേക്ക് എനിക്ക് മാൽക്കിസ്റ്റ് കഴിക്കാൻ തോന്നും, ചക്കവറ്റൽ കഴിക്കാൻ തോന്നും. പിന്നെ ഈ സൈക്കിളിൻ്റെ ഒരു ലാസ്റ്റത്തെ ഫേസാണ് ല്യൂറ്റിയൽ ഫേസ്. ആ ഫേസ് ആകുമ്പോഴത്തേക്ക് ഒടുക്കത്തെ ദേഷ്യമായിരിക്കും. പിന്നെ മൂഡ് സ്വിങ്സും. ഫസ്റ്റ് ഫേസിൽ ഈസ്ട്രജൻ്റെ ലെവൽ കൂടും. സെക്കൻഡ് ഫേസിൽ ഈസ്ട്രജൻ്റെ ലെവൽ കുറഞ്ഞിട്ട് പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ കൂടാൻ തുടങ്ങും. തേർഡ് ഫേസ് ആകുമ്പോഴേക്ക് വീണ്ടും ഈസ്ട്രജൻ്റെ ലെവൽ കൂടും. ഇതൊക്കെ എന്താണെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ, അല്ല നിങ്ങൾക്ക് പിന്നെ ഇതിനെക്കുറിച്ച് അറിയാമെങ്കിലും, ഈ സംഭവങ്ങളാണ് നമ്മുടെ തലയ്ക്കകത്ത് കിടന്ന് കളിക്കുന്നത്, ഈ വൃത്തികെട്ട ഹോർമോൺസ്. അങ്ങനെ ആദ്യത്തെ ഫേസിൽ തുടങ്ങിയ മാറ്റങ്ങൾ പതുക്കെ ഇതിൻ്റെ ഒരു 3ാമത്തെ ഫേസ് ആകുമ്പോഴേക്ക് ഗംഗ പൂർണ്ണമായിട്ട് നാഗവല്ലിയായിട്ട് മാറിയിട്ടുണ്ടാവും. അതായത് പീരിയഡ് ടൈമിൽ ഒടുക്കത്തെ ദേഷ്യമായിരിക്കും. ദേഷ്യമുണ്ട് കേട്ടോ. ഇന്നലെ കുക്കുനെ മലയാളം പഠിപ്പിക്കാൻ ഇരുത്തിയപ്പോഴത്തേക്ക് അവൻ പറയുക, മമ്മയും കൂടെ അളിയനെ പോലെ ആയിരുന്നെങ്കിൽ, അളിയൻ അവൻ അപ്പനെയാണ് വിളിക്കുന്നത്, അലനെ,
അളിയനെ പോലെ ആയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം അടിപൊളിയായേനേന്ന്. ഞാൻ ഭയങ്കര ദേഷ്യമാണെന്നൊക്കെ. അപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ നമുക്ക് ഈ സാൻഡ്വിച്ച് അങ്ങ് ഉണ്ടാക്കി കളയാം. ഞാൻ കുറച്ച് വെളുത്തുള്ളിയാണ് ഇപ്പോൾ ചതച്ചെടുക്കുന്നത്. ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഗാർലിക് ബട്ടർ ഉണ്ടാക്കണം. അപ്പോൾ വെളുത്തുള്ളി ഈ കല്ലിൽ വെച്ച് നന്നായിട്ട് ചതച്ചെടുത്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ഞാൻ രാവിലെ തന്നെ ഇവിടെ ഒരു ഡബ്ബ ഇരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ ആ ഡബ്ബ എടുത്ത് വെളിയിൽ വെച്ചിരുന്നു കേട്ടോ. ബട്ടർ മെൽറ്റ് ആയില്ലെങ്കിൽ അങ്ങനെ മിക്സ് ആക്കാൻ പറ്റത്തില്ല നല്ലപോലെ. പിന്നെ സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നുള്ള എൻ്റെ ഒരു തീരുമാനത്തിന് പിന്നിലായിട്ട് നമ്മൾ പിസ്സ വാങ്ങിച്ചിരുന്നു കേട്ടോ 2 ദിവസം മുമ്പേ. കുക്കുന് പിസ്സ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ കാണാതെ അതിൻ്റെ അകത്തുനിന്ന് ചില ബോക്സസ് ഒക്കെ എടുത്ത് മാറ്റും. മറ്റേ പെരി പെരി മസാല, ചില്ലി ഫ്ലേക്സ് അതൊക്കെ കുറച്ച് ഞാനിങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കും എനിക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട്. അതിൽ ഓൾറെഡി അവൻ ഓർഡർ ചെയ്യുമ്പോൾ അവൻ എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ തന്നെ സ്പൈസി ആയിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ എക്സ്ട്രാ ചീസി ആയിട്ടൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒറിഗാനോയും ചില്ലി ഫ്ലേക്സും ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. പിസ്സയുടേതായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കും. തുളസിയും ഞവരയിലയാണ് കേട്ടോ. നമ്മുടെ തുളസി ഇലയും ഞവരയിലയും കൂടെ നന്നായിട്ട് ഒരു മുറത്തിൽ വെയിലത്ത് വെച്ച് നല്ലപോലെ ഉണക്കിയിട്ട് അത് കൈവച്ച് ഇങ്ങനെ ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്താൽ മതി. അത് തന്നെയാണ് ഈ ഒറിഗാനോ മസാല. പിന്നെ ചില്ലി ഫ്ലേക്സിന് കുറച്ച് പിരിയമുളക് എടുത്ത് ഇതുപോലെ നട്ട വെയിലത്ത് വെച്ചിട്ട് അതും ഒന്ന് കൈ കൊണ്ടോ അല്ലെങ്കിൽ സിസേഴ്സ് വെച്ചോ ഒന്ന് കട്ട് ചെയ്തൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അതും റെഡിയാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഇത് രണ്ടും ഇരിക്കുന്നതുകൊണ്ട് നമുക്കതൊരു ബോക്സിലേക്കാക്കി അത് പ്ലസ് ഈ ഗാർലിക് ഇത് ബട്ടറിലിട്ട് കുഴയ്ക്കാം. അപ്പോൾ നമ്മുടെ ഗാർലിക് ബ്രെഡിൻ്റെ ബട്ടർ റെഡിയാവും. ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഒരു കത്തിയെടുത്ത് കുറച്ച് ബട്ടർ എടുത്ത് ഈ ഗാർലിക്കിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റേ ആ മിക്സും കൂടി ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് ബട്ടർ ഉണ്ടാക്കാം. ഇതും ചീസും ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ അകത്ത് ഫില്ലിങ്ങിനൊന്നും വേറെ പരിപാടികളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാ സംഭവവും പെട്ടെന്ന് നടക്കും. മീൻകറി അവിടെ തിളച്ചിട്ടുണ്ട്. പൊരിച്ച മീൻ അമ്മ തിരിച്ചിടുന്നുണ്ട്. പിന്നെ അരി അടച്ചിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ ഒരു സംഭവം മാത്രം ഉണ്ടാക്കിയാലും നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു. കുക്കുന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പ്രെഡ് തേച്ചേ കൊടുക്കുന്നുള്ളൂ. കാരണം അവന് ലഞ്ചിന് ഇത് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. ഈ നൂഡിൽസ്, സാൻഡ്വിച്ച്, പാസ്ത ഇതൊക്കെ ലഞ്ചിന് കൊണ്ടുപോകുന്നത് വലിയ ഗമയില്ല. അപ്പോൾ ലഞ്ചിനും കൊടുത്തുവിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും ഇത് തന്നെ ആക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ രാവിലെ ബ്രെഡും ചോക്ലേറ്റ് സ്പ്രെഡും കൊടുക്കുന്നു, ലഞ്ചിന് സാൻഡ്വിച്ച് കൊടുത്തു വിടുന്നു. ഞാനും അമ്മയും ഇതെടുക്കുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കഴിക്കാനായിട്ട്, വലിയ താല്പര്യമില്ല. പിന്നെ അമ്മയ്ക്കായിട്ട് അമ്മ ഒട്ടും കഴിക്കത്തില്ല ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അമ്മ ഇന്ന് വേണമെങ്കിൽ ലില്ലിയംച്ചി എടുത്ത് പോയി പറയാം, അവൾ രാവിലെ വെളുത്തുള്ളി ബ്രെഡിൽ തേച്ച് എന്തൊക്കെയോ ചെയ്തു എന്ന്. പിന്നെ അമ്മയ്ക്കും എനിക്കും എന്താണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരവേ ഉള്ളൂ, ബോൾ. ഞങ്ങൾ തേങ്ങയും ഉപ്പും ഇത്തിരി മധുരവും ഗോതമ്പ് പൊടിയൊക്കെ കൂടെ വെള്ളത്തിൽ കുഴച്ചിട്ട് കൈ വെച്ച് നമ്മുടെ പാനിൽ വെച്ച് പരത്തി ചുട്ടെടുക്കുന്ന സാധനത്തിന് ബോളെന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഒരു ചേട്ടനുണ്ട് സാംസൺ, ഇതിലിടയ്ക്ക് കമൻ്റൊക്കെ ഇടും കേട്ടോ. ചേട്ടൻ ഈ സാധനത്തിന് പറയുന്നത് സ്ലാബ് എന്നാണ്. പണ്ട് ഇങ്ങനെ മേരിക്കുട്ടി ആൻറ്റി ലില്ലിയംച്ചിയുടെ ഒരു അനിയത്തിയാട്ടോ, പുള്ളിക്കാരത്തിയുടെ മോനാണ് ഈ സാംസൺ. ഞങ്ങൾ വിളിക്കുന്ന പവിഴൻ എന്നാണ് കേട്ടോ. അപ്പോൾ പവിഴ ചേച്ചൻ എപ്പോൾ വന്നാലും ചോദിക്കും, ലില്ലിയംച്ചി ചോദിക്കും, കഴിച്ചോ മോനെ? ആ കഴിച്ചു, സ്ലാബ് കഴിച്ചു. സ്ലാബും മീൻകറിയായിരുന്നെന്ന്. ഞാനും പണ്ട് ഒരുപാട് വെറുത്തിരുന്നൊരു സാധനമായിരുന്നു കേട്ടോ അത്. പക്ഷേ ഇപ്പോൾ അമ്മയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അമ്മയുണ്ടെങ്കിൽ എനിക്ക് ഈ നൊപ്ലാഞ്ചി അടിക്കും. അപ്പോൾ ഈ സ്ലാബ് അല്ലെങ്കിൽ ബോളുണ്ടാക്കി ആ തിളയ്ക്കുന്ന മീൻകറിയായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ലേലും അങ്ങനെയാണല്ലോ, ചെറുതിലേ നമ്മൾ ഈ കപ്പയും ചമ്മന്തിയൊക്കെ കാണുമ്പോൾ ഉള്ളതുപോലെ അല്ലല്ലോ നമുക്കിപ്പോൾ. ഇപ്പോൾ പഴങ്കഞ്ഞി അടക്കം നമ്മൾ കടയിൽ പോയി വാങ്ങിച്ചു കുടിക്കുന്ന ടീംസല്ലേ. അപ്പോൾ ഞാൻ സാൻഡ്വിച്ച് മേക്കറൊക്കെ തുടച്ചെടുത്ത് നമ്മുടെ പരിപാടി തുടങ്ങിയാണ്. അത് ഓൾറെഡി ഹീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി കൈ പൊള്ളാതെ അതിൻ്റെ അകത്ത് വെച്ച് ചുമ്മാ ഒന്ന് അടച്ചെടുത്താൽ മതി. ഞാൻ അധികം ഇത് ഇന്ന് പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നില്ല. കാരണം ഞാൻ അത് ഗൂഗിളിൽ നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ അത് പ്രസ് ചെയ്യണമെങ്കിൽ മാത്രം അത് ലോക്ക് ഇട്ടാൽ മതി. ലോക്ക് ഇട്ടില്ല എന്ന് വെച്ചിട്ട് അതങ്ങനെ റെഡി ആവാണ്ടിരിക്കത്തില്ല, അത് റെഡി ആയിക്കോളൂ എന്നാണ് കണ്ടത്. ഈ ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ പറയുമ്പോൾ വിചാരിക്കത്തില്ല ഈ ആണുങ്ങൾക്ക് എന്താ ഇത് മനസ്സിലാവാത്തതെന്ന്, എസ്പെഷ്യലി ഈ പീരിയഡ് സമയത്തെ മൂഡ് സ്വിങ്സ് ഒക്കെ. പക്ഷേ അതിനും കാരണമുണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്തായിട്ട് FBയിൽ ഒരു റീല് കണ്ടിരുന്നു. മെന്നിന് ആകെ ഒരു 2 ടൈപ്പ് ഓഫ് ഫീലിങ്സ് ആണ് ഹൈപ്പിൽ നിൽക്കുന്നത്. ഒന്ന് അഗ്രഷൻ, രണ്ടാമത്തേത് സെക്സ്. പക്ഷേ വുമൺ അങ്ങനെയല്ല. വി ആർ വെരി ഇമോഷണൽ ബീങ്സ്. നമുക്ക് ഈ ഇമോഷൻസും കണക്ഷൻസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗ്രഷനൊക്കെ നമുക്കിങ്ങനെ വളരെ റെയർ ആയിട്ടല്ലേ സംഭവിക്കാറുള്ളൂ. അതുകൊണ്ടായിരിക്കണം ഈ ക്ഷമയുടെ പര്യായമൊക്കെ ആയിട്ട് നമ്മളെ തന്നെ അങ്ങ് എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് ഈ പീരിയഡ്സിൻ്റെ ടൈമിലൊക്കെ ഉണ്ടല്ലോ, ചില സമയത്ത് എൻ്റെ അടുത്ത് ഇവിടെ ഒരാൾ ചോദിക്കാറുണ്ട്, എന്തിനിങ്ങനെ ഇരിക്കുന്നത്, എന്തിനാ ചെറിയ കാര്യത്തിന് ഇങ്ങനെ ഇറിറ്റേറ്റഡ് ആവുന്നത്? അത് നമ്മൾ മാത്രമല്ലല്ലോടാ, ആസ് എ വുമൺ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഈ ഒരു ഇമോഷൻസും അതിൻ്റെ റെഗുലേഷൻസും ഒന്നും നമ്മുടെ കയ്യിലല്ല കൺട്രോൾ ഫുള്ള്. അവർക്ക് സന്തോഷം വന്നാൽ അങ്ങ് സന്തോഷിച്ചാൽ മതി. നമുക്കാണെങ്കിൽ ഈ ഹോർമോൺസും കൂടെ സഹകരിക്കണം. പിന്നെ ഈ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്ന സാധനമാണെങ്കിൽ ഇതിൻ്റെ 3 ഫേസസും കൂടെ കഴിയുമ്പോഴത്തേക്ക് മാസത്തിൽ പിന്നാകെ ഒരു ദിവസം വലിയ ബാക്കി ഉണ്ടാകത്തുള്ളൂ. നമ്മുടെ ഈ ലൈഫ് ഫുള്ള് ഫ്രം മെൻസ്റ്റുറേഷൻ നമ്മൾ ഈ ഒരു ഹോർമോൺസിൻ്റെ ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഡെലിവറി ആയാലും അത് കഴിഞ്ഞിട്ടായാലും പോസ്റ്റ്മോർട്ടം ആയാലും എല്ലാം ഫുള്ളി ഡൊമിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഹോർമോൺസാണ്. ഞാൻ ആ കണ്ട FB റീലിൻ്റെ അവസാനം ആ ചേട്ടൻ പറയുന്നുണ്ട്, ഇറ്റ്സ് എ റിയൽ സ്ട്രഗിൾ ടു ബി എ വുമൺ. എല്ലാ മാസത്തിലും ഈ ഒരു ഹോർമോൺസിനെ വെച്ച് കളിക്കുക എന്നുള്ളത് ഇതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇനി മെന്നിനും ഇങ്ങനെയൊക്കെ വരും കേട്ടോ, ഹോർമോൺസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ അത്
ഞാൻ വായിച്ചിട്ടുള്ളത് അത് ടുവേർഡ്സ് ദ മെനപ്പോസ് വെരി ഓൾഡ് ഏജിലാണെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതായിരിക്കാം ഞാൻ ഈ അമ്മമാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വയസ്സാം കാലത്ത് നിങ്ങൾ വരും, അല്ലെങ്കിൽ അവൻ വയസ്സാം കാലത്ത് എവിടെ പോവാൻ ഇങ്ങ് വന്നോളൂ എന്ന്. ആ ഒരു ടൈമിൽ ഇതൊക്കെ തിരിച്ചറിയത്തുള്ളൂ. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വാശി പിടിക്കുന്ന, നമുക്ക് വേണമെന്ന് നമ്മൾ പറയുന്ന ഈ കണക്ഷൻ, അഫെക്ഷൻ, കുറച്ച് ടൈം നമ്മളിവിടെ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്, അതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഇവർക്കൊക്കെ മനസ്സിലായിട്ട് വരണമെങ്കിൽ അവരുടെ ഓൾഡ് ഏജിലെത്തണം. ദേഷ്യമൊക്കെ നന്നായിട്ട് വരും, എന്നാലും പിള്ളേരുടെ മുമ്പിലൊന്നും അത് കാണിക്കാതിരിക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും കേട്ടോ. പിന്നെ പഠിപ്പിക്കാൻ നേരത്താണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. പോരാത്തതിന് ഇന്ന് അവൻ്റെ ടെസ്റ്റ് പേപ്പർ ഉള്ളത് ഓണം കോമ്പോസിഷനാണ്. ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഇത് പഠിപ്പിക്കാനിരുത്തിയാൽ കേരളത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ഓണം എന്നാണ് അവൻ പറഞ്ഞു തുടങ്ങുന്നത്. അത് കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരും. കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ് ഓണം എന്നതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. പക്ഷേ ഇവൻ ഈ പുഷ്പം എവിടുന്നാണ് വന്നതെന്ന് എനിക്കറിയാൻ മേല. അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കേരളത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ഓണം എന്ന്. അപ്പോൾ ഇന്നത്തെ പാചകമൊക്കെ ഏകദേശം കഴിഞ്ഞു, വാചകവും ഏകദേശം കഴിയാറായി. അപ്പോൾ ആസ് എ വുമൺ ഞാൻ ഇന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ആൻഡ് ഇഫ് യു ആർ വാച്ചിങ് ആൻഡ് ഇഫ് യു ആർ എ മെയിൽ, പ്ലീസ് ബി കൈൻഡ് ടു യുവർ വുമൺ, എസ്പെഷ്യലി വെൻ ദേ ആർ ഓൺ ദെയർ പീരിയഡ്സ്. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ പീരിയഡ്സ് എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ട് തരാനായിട്ട് ഈ ലോകത്ത് ഇന്നേ വരെ ഒരൊറ്റ കണ്ടുപിടുത്തേ നടന്നിട്ടുള്ളൂ, അത് മെൻസ്ട്രൽ കപ്പാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഇന്നിപ്പോൾ എനിക്ക് സമയമില്ല, ഓഡിയോ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ ഇനി ബാക്കി 1 മിനിറ്റും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ വീഡിയോ. അങ്ങനെ വളരെ ആത്മസംയമനത്തോടെ ദേഷ്യപ്പെടാണ്ട് ഞാൻ കുക്കുവിനെ വീണ്ടും പഠിപ്പിക്കുകയാണ്. പഠിച്ചു കഴിഞ്ഞു, എന്നാലും മലയാളം ഒന്ന് എഴുതി നോക്കണം. അതിനിടയിൽ തന്നെ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും ഫീഡ് ചെയ്യുന്നുണ്ട്. വേറൊരാൾ എണീറ്റ് വന്നു. അവൻ ഇങ്ങനെയാണ് പാല് കുടിക്കുന്നത്, അവനിങ്ങനെ ആരെങ്കിലും ഉറക്കണം. ഇവിടെ സ്പൈഡർമാൻ്റെ ഒരു ഡോളുണ്ട്, അതിനെയാണ് സാധാരണ ഉറക്കാറ്. ഇന്നിപ്പോൾ അത് കണ്ടില്ല. ഇതിപ്പോൾ കുക്കുവിനെ പഠിപ്പിക്കുന്ന ഗ്യാപ്പിൽ പാലും കുടിച്ച് വെച്ച് 80 ബണ്ണ് എഴുതാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. പോകാൻ സമയമായതുകൊണ്ട് ഞാൻ റെഡിയാവാൻ പോയി. സ്റ്റാൻഡ് അവിടെ തന്നെ ഇരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പോൾ ഇതൊക്കെ റെക്കോർഡ് അയക്കുന്നു. അത് നിങ്ങളെയും കൂടെ കാണിച്ചതാണ്. ഉടുപ്പിടാനായിട്ടുള്ള പാട്. അമ്മയ്ക്ക് അവനെയും കൊണ്ട് പുറത്തോട്ട് പോകാനാണ് കേട്ടോ. ലില്ലിയംസിൻ്റെ അടുത്തോട്ട് പോയാൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഉള്ള കരച്ചിൽ ഒഴിവാക്കാം. അവനങ്ങനെ ഒടുക്കത്തെ കരച്ചിലായതുകൊണ്ട് കുക്കുവും കൂടെ പോയി കേട്ടോ. അവിടെ പോയി കളിക്കാമെന്നൊക്കെ പറഞ്ഞു. കുക്കു ബാ, കുക്കുക്ക ബാ എന്നും പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുക്കുക്ക എന്നാണ് കേട്ടോ വിളിക്കുന്നത്, ചേട്ടാന്നൊന്നും വിളിക്കത്തില്ല. കുക്കുന്നും കുക്കുക്കായെന്നും ഒക്കെ വിളിക്കും. അപ്പോൾ ഞാൻ ദേ ഇറങ്ങി. നല്ല വെയിലുണ്ട് പുറത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ബർത്ത്ഡേ, ഓണം, പിന്നെ ഇവിടുത്തെ കുരിശടിയിലെ പെരുന്നാൾ, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കരിയാൻ റെഡി അല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം സൺ പ്രൊട്ടക്ഷനൊക്കെ ഇട്ട് പോവുകയാണ്. എൻ്റെ ഗ്ലൗസും ഹെൽമെറ്റും പിന്നെ കാലിൽ സോക്സ് ഇട്ടിരിക്കുന്നതും അതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ സ്കിൻ വളരെ ഡ്രൈ ആണ്. അപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് മോയ്സ്ചറൈസറൊക്കെ ഇട്ട് ഇങ്ങനെ സോക്സ് ഇട്ടൊക്കെ ഇരുന്നാൽ ഒരു ഭേദം ഉണ്ടാവും കാല് കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഫോൺ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഓടി വരാൻ കുക്കു സാറില്ല, ഞാൻ തന്നെ വന്ന് എടുക്കണം. വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി നാളെ കാണാം. ബൈ.